നമസ്കാരം. ISR നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 12 ഏപ്രിൽ 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും സെലക്ഷൻ പ്രോസസ്സും 1 by 1 ആയിട്ട് നോക്കാം. 3 തസ്തികകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 തസ്തികയിലേക്ക് ഇന്റർവ്യൂവിന്റെ ബേസിലാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു തസ്തിയിലേക്ക് റിട്ടൺ എക്സാമിനേഷനാണ് സെലക്ഷൻ പ്രോസസ്സ്. സോ നമുക്ക് ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് സയന്റിസ്റ്റ് എഞ്ചിനീയർ ആണ്. BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അലൈഡ് ബ്രാഞ്ച് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ തസ്തിയിലേക്ക് റിട്ടൺ ടെസ്റ്റ് ഇന്റർവ്യൂ ബേസിസ് ആണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് സയന്റിസ്റ്റ് എഞ്ചിനീയർ ലെവൽ 11 ആണ്. PhD ഇൻ തിൻ ഫിലിംസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ മെറ്റലർജി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ തസ്തികയിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ഇന്റർവ്യൂ ബേസിസിലാണ്. അടുത്ത പോസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ്. ലെവൽ 10 ആണ് സാലറി സ്കെയിൽ. MBBS വിത്ത് 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്റർവ്യൂ ബേസിസിലാണ് ആ തസ്തികയിലേക്കും സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയറിലേക്ക് 28 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 56,100 മുതൽ 1,77,500 വരെയാണ് ബേസ് സാലറി. സയന്റിസ്റ്റ് എഞ്ചിനീയർ അടുത്ത തസ്തികയിലേക്ക് SDയിലേക്ക് 35 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. 67,100 മുതൽ 2,08,700 വരെയാണ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അലവൻസ് ലഭിക്കുന്നതാണ്. അടുത്ത മെഡിക്കൽ ഓഫീസറാണ്. 35 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. ലെവൽ 10 ആണ് സാലറി സ്കെയിൽ. 56,100 മുതൽ 1,77,500 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്